കേരള രാഷ്ട്രീയ ചരിത്രത്തെ ആകെ ഉലച്ചുകൊണ്ട് CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് അത്ഭുതപൂർവമായ ആഭ്യന്തര കലഹങ്ങളും അതേപോലെ തിരുത്തൽ നടപടികളുമാണ്. കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അടിയന്തരവും ആഴത്തിലുള്ളതുമായ തിരുത്തലുകൾ വരുത്തണമെന്ന കടുത്ത നിർദ്ദേശവുമായി CPM കേന്ദ്ര നേതൃത്വം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഡൽഹിയിൽ പുരോഗമിക്കുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരള ഘടകത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനങ്ങളാണ് ഉയരുന്നതും. നിലവിലെ സംഘടനാ ശൈലിയും പ്രവർത്തന രീതികളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കർശന നിലപാടിലാണ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതും. മുൻപ് നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിനു ശേഷം പാർട്ടി പ്രഖ്യാപിച്ച തിരുത്തൽ നടപടികളോ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനങ്ങളോ വിചാരിച്ചതുപോലെ ഫലം കണ്ടില്ലെന്ന് കേന്ദ്ര നേതൃത്വം യോഗത്തിൽ തുറന്നടിച്ചു. കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് തിരിച്ചടി തികച്ചും അപ്രതീക്ഷിതവും അസാധാരണവുമാണെന്നാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ പൊതുവായ വിലയിരുത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിയെയും വോട്ട് വിഹിതത്തിലുണ്ടായ വലിയ കുറവിനെയും ശരിയായ രീതിയിൽ ഗൗരവത്തിലെടുക്കാൻ കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചില്ലെന്ന രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്നും കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാതിരുന്നതാണ് തൊട്ടു പിന്നാലെ വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ വലിയ തകർച്ച നേരിടാൻ പ്രധാന കാരണമായതെന്നും കേന്ദ്രം വിലയിരുത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ സമയബന്ധിതമായി പരിഹരിച്ചിരുന്നെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാകുമായിരുന്നില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ചില കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതികരണങ്ങളിലെ ധാർഷ്ട്യം ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നതിനും തിരിച്ചടിയാകുന്നതിനും കാരണമായിട്ടുണ്ടെന്ന് കേരളത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത ചില അംഗങ്ങൾ തന്നെ യോഗത്തിൽ തുറന്നു പറഞ്ഞു എന്നതാണ്. എന്നാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന MV ഗോവിന്ദൻ എന്നിവരെ നേരിട്ട് കടന്നാക്രമിച്ചുള്ള കീഴ്ഘടകങ്ങളിലെ കടുത്ത വികാരം ജനറൽ സെക്രട്ടറി MA ബേബി അവതരിപ്പിച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെന്നും കാലങ്ങളായി പാർട്ടിയെ വിശ്വസ്തയോടെ പിന്തുണച്ചിരുന്ന ചില പ്രമുഖ ജനവിഭാഗങ്ങൾ വലിയ രീതിയിൽ അകന്നു പോയതായും നേരത്തെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും വിലയിരുത്തിയിരുന്നു. ഇതിന് പുറമെ മുതിർന്ന നേതാക്കൾക്കിടയിൽ പാർലമെന്ററി മോഹങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം അടിയന്തരമായി തിരുത്തപ്പെടേണ്ടതുണ്ടെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കി. പഴയതുപോലെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുള്ള ലളിതമായ പ്രവർത്തന ശൈലിയിലേക്ക് പാർട്ടി എത്രയും വേഗം തിരിച്ചു പോകേണ്ടതുണ്ട്. തുടർച്ചയായി 2 തവണ കേരളത്തിൽ ഭരണം നിലനിർത്തി ചരിത്രം കുറിച്ച പാർട്ടിക്ക് 3ാം തവണ ജനവിധി തേടിയപ്പോൾ എവിടെയാണ് പിഴച്ചതെന്നതിനെക്കുറിച്ച് സാധാരണ പ്രവർത്തകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ കീഴ്ഘടകങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തണം. ഇതിനായി അടിമുടി മാറ്റങ്ങൾക്കാണ് കേന്ദ്ര കമ്മിറ്റി കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ പുരോഗമിക്കുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെ മറികടക്കാനുള്ള തിരുത്തൽ നടപടികളെക്കുറിച്ചുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ കൂടുതൽ ഔദ്യോഗിക തീരുമാനങ്ങൾ പുറത്തുവരിക. ഡൽഹിയിൽ നടക്കുന്ന CPM പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കവെയാണ് വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ തള്ളിക്കളയാതെ ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ തോൽവിയെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഫുട്ബോൾ ശൈലിയെ കൂട്ടുപിടിച്ച് അദ്ദേഹം പാർട്ടി നേതാക്കൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതും. ലോകകപ്പ് ഫുട്ബോളിലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ പോരാട്ടം കണ്ടതിനു ശേഷം രാവിലെ മാധ്യമങ്ങളെ കണ്ട MA ബേബി കളിയിലെ തന്ത്രങ്ങളെ രാഷ്ട്രീയമായി ഉപമിച്ചാണ് പ്രതികരിച്ചത്. ഫുട്ബോൾ കളി എല്ലാവർക്കും നൽകുന്നത് ഒറ്റയ്ക്കല്ല, മറിച്ച് പരസ്പര പാസുകൾ നൽകി മുന്നോട്ട് പോകണമെന്ന വലിയൊരു സന്ദേശമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കൃത്യമായ അസിസ്റ്റുകൾ അഥവാ പരസ്പര സഹായങ്ങളില്ലാതെ ആർക്കും ഗോളടിക്കാൻ കഴിയില്ലെന്നും ഇത് കൂട്ടായ്മയുടെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാക്കി. കളിയിലെ ആദ്യ പകുതിയിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് കുറവുകൾ പരിഹരിക്കാനാണ് അടുത്ത പകുതിയിൽ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെയും അദ്ദേഹം ഫുട്ബോൾ ഭാഷയിൽ കടുത്ത രീതിയിൽ വിമർശിച്ചു. എതിർ ടീമിനെയും റഫറിയെയും ഒരുപോലെ വിലയ്ക്ക് വാങ്ങുന്ന അത്യധികം അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. ദേശീയ സാഹചര്യങ്ങളെ ഇത്തരത്തിൽ വിലയിരുത്തുമ്പോഴും കേരളത്തിലെ CPMനുള്ളിൽ പുകയുന്ന പരസ്യമായ ഉൾപാർട്ടി തർക്കങ്ങൾക്കും ഭിന്നതകൾക്കുമുള്ള മറുപടി ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ അടങ്ങിയിരുന്നു. പാർട്ടി വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന ഈ ഘട്ടത്തിൽ
നേതാക്കൾ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്നും പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് ഒട്ടും പോറലേൽക്കാത്ത വിധം ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ മാത്രമാണ് സംസാരിക്കേണ്ടതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ച മുതിർന്ന നേതാവ് EP ജയരാജൻ ആയുർവേദ ചികിത്സയുടെ കാരണം പറഞ്ഞ് ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ്. വിഴിഞ്ഞ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ ഭിന്നഭിപ്രായങ്ങളും ഇല്ലെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചെങ്കിലും പാർട്ടിയിലെ യാഥാർത്ഥ്യം മറിച്ചാണെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ EP ജയരാജൻ, KK ശൈലജ, PK ശ്രീമതി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഇപ്പോഴും തങ്ങളുടെ ഭിന്നശൈലിയും അഭിപ്രായ വ്യത്യാസങ്ങളും പാർട്ടിക്കുള്ളിൽ തുടരുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനറൽ സെക്രട്ടറിയുടെ ഫുട്ബോൾ ഭാഷയിലുള്ള തിരുത്തൽ സന്ദേശം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത്. പാർട്ടിക്ക് പോറലേൽപ്പിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ നേതാക്കൾ ഒഴിവാക്കണമെന്നും പ്രത്യേകിച്ച് കനത്ത തിരിച്ചടിയുടെ സമയത്ത് ജാഗ്രത പാലിക്കണമെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉയർന്നു വന്ന ഈ ആഭ്യന്തര കലഹങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ ഭയവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവനകൾ തടയാനും നേതാക്കൾക്കിടയിലെ ഭിന്നതകൾ പരിഹരിക്കാനും കേന്ദ്ര കമ്മിറ്റി അടിയന്തരമായി ഇടപെടും. വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്ന കടുത്ത തിരുത്തൽ നടപടികളിലേക്ക് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.